ഈ വീഡിയോയിൽ ആക്ച്വലി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ BDS ഓർ ഡെൻ്റൽ കോഴ്സ് കഴിഞ്ഞവർക്ക് എബ്രോഡുള്ള പോസിബിലിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡോക്ടർ, നമുക്ക് അതിലേക്ക് കിടക്കാം. അതെ, ഇന്ത്യയിൽ BDS പഠിച്ച ആർക്കും വെളിയിൽ ഡയറക്റ്റായിട്ട് പോയി നമുക്ക് ഡെൻറ്റിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ക്വാളിഫയിങ് എക്സാം ഉണ്ട് ഓരോ കൺട്രീസിനും. ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെന്ന് നമ്മൾ MOH എന്നൊക്കെ കേട്ടിട്ട് കാണും. ഇപ്പം ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ ഡെൻ്റൽ കൗൺസിലിൻ്റെ എക്സാം ഉണ്ട്. അപ്പം അതിൻ്റേതായ ടഫ്നെസ് ഉണ്ട് ഏത് കൺട്രീസിലാണെങ്കിലും. താരതമ്യേന നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഗൾഫ് കൺട്രീസിൽ ക്ലിയർ ചെയ്യാനായിട്ടാണ്. നമുക്കതിന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, പക്ഷേ ഡെൻറ്റിസ്റ്റായിട്ടല്ല. ഡെൻ്റൽ ഹൈജീനിസ്റ്റ് അല്ലെങ്കിൽ ഡെൻ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള പോസ്റ്റുകളിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പ്രത്യേകിച്ച് GCCയുടെ എക്സാമിന് മിക്ക ആളുകളും കേരളത്തിൽ നിന്നൊക്കെ ക്ലിയർ ചെയ്ത് ഇഷ്ടംപോലെ, കാരണം കൂടുതൽ ഡെൻറ്റിസ്റ്റ് അവിടെ വർക്ക് ചെയ്യുന്നത് ഫ്രം കേരള ആണെന്ന് തോന്നും അല്ലേ? ഇഷ്ടംപോലെ ആളുകൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. പണ്ടേ പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട് ആക്ച്വലി. അതെ, ഇപ്പോൾ ആ ട്രെൻഡ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന എനിക്ക് തോന്നുന്നത് പകുതി കൂടുതൽ കുട്ടികളും വെളിയിലോട്ട് പോകുന്നുണ്ടോ സംശയമുണ്ട്. കാരണം പഠിച്ചിറങ്ങുന്ന അധികം പേരും നമ്മുടെ നാട്ടിലില്ല. എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് അല്ലെങ്കിൽ ഡെൻ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിൽ മോശമില്ലാത്ത സാലറിയിൽ നമുക്ക് മിക്ക കൺട്രീസിലും വർക്ക് ചെയ്യാൻ പറ്റും. അതേസമയം ഈ ക്വാളിഫയിങ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കൺട്രിയിൽ തന്നെ ഏറ്റവും സാലറി കിട്ടുന്ന ഒരു വിഭാഗമായിരിക്കും ഡെൻറ്റിസ്റ്റ്. എനിക്ക് തോന്നുന്നു ഡെവലപ്ഡ് കൺട്രീസിൽ ഏറ്റവും ഈവൻ MBBS പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനേക്കാളും കൂടുതൽ ഹൈലി ഏണിംഗ് പ്രൊഫഷനാണ് അല്ലേ? അതെ, പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസിലാണല്ലോ അതെ, യൂറോപ്യൻ കൺട്രീസിലായാലും നമ്മൾ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഈ എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. കാരണം ഒന്നാമത്തെ കാര്യം നല്ലൊരു എക്സ്പെൻസീവ് ആണ് ഈ എക്സാമിന് എഴുതുക എന്ന് പറഞ്ഞാൽ, അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ. പിന്നെ അതിനുവേണ്ടി പഠിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഓക്കെ, എനിവേ ഒരു BDS കഴിഞ്ഞു എന്നോർത്ത് നമ്മുടെ വെളിയിലേക്കുള്ള സാധ്യതകൾ കംപ്ലീറ്റ്ലി അടഞ്ഞു പോകുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇപ്പം മെഡിക്കൽ പ്രൊഫഷണൽ ഉള്ള പോലെ തന്നെ BDS കഴിഞ്ഞ കുട്ടികൾക്കും ഈ ക്വാളിഫയിങ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല സാലറിയിൽ ഇന്ത്യയിൽ ഒഴിച്ച് വേറെ ഏത് കൺട്രീസിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഡെൻ്റൽ കോഴ്സ് എടുത്തവർക്ക് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എവിടെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമുക്ക് താഴെയുണ്ട്, കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.